പൈനാപ്പിൾ പച്ചടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പച്ചമുളക്, ചെറിയ ഉള്ളിയും കൂടെ വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1/2 കപ്പ് കൊത്തിയരിഞ്ഞ പൈനാപ്പിളും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാനായിട്ട്. പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കുക. പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇടുക. പഞ്ചസാര ഉരുകി നന്നായിട്ട് പൈനാപ്പിളിൽ പിടിച്ച് അത് വിളഞ്ഞ് വരുമ്പോൾ 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. കൂട്ട് നല്ലോണം കട്ടിയായിട്ട് കിട്ടുകയും വേണം. അതിലുള്ള വെള്ളമയം മാറി കിട്ടുമ്പോൾ അതിലേക്ക് കുരുവില്ലാത്ത മുന്തിരിയും കൂടെ ചേർത്ത് 1 കപ്പോ 1.5 കപ്പോ ഉടച്ച തൈരും കൂടെ ചേർക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തേക്കണം. ഇതിലേക്ക് ഒരു താളിപ്പും കൂടെ ചേർക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, ചുവന്ന മുളക്, കരിവേപ്പില, 2 നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു കളറിനായിട്ട്. നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് നമുക്കത് വിളമ്പാവുന്നതാണ്. ഈ രീതിയിൽ പൈനാപ്പിൾ പച്ചടി നമുക്ക് സദ്യയ്ക്ക് എല്ലാ വിശേഷ ദിവസങ്ങളിലും തയ്യാറാക്കാം. ഓണസദ്യയ്ക്ക് ഇതുപോലെ പച്ചടി തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.